വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വരക്കാം വായിക്കാം എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് പുതിയ പാഠഭാഗം പഠിച്ചു തുടങ്ങാം. 5ാമത്തെ യൂണിറ്റ് വരക്കാം വായിക്കാം. തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് അജി. ഒപ്പം കുടുംബവുമുണ്ട്. അവരുടെ പക്കലുള്ള ലേ ഔട്ടാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഒരു ലേ ഔട്ട് തന്നിട്ടുണ്ട്. ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ വിവരണങ്ങളാണത്. എന്താണ് വ്യത്യസ്ത വേറെ രീതിയിൽ തരുന്ന ഒന്നിനെയാണ് നമ്മൾ ലേ ഔട്ട് എന്ന് പറയുക. ഓക്കെ, അഥവാ അതിൽ നമുക്ക് തരാനുള്ള വഴികൾ എങ്ങനെയൊക്കെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് വളരെ ചെറിയ രീതിയിലും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുമാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് താഴെ നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിച്ച് സ്വരാജ് റൗണ്ടിന് സമീപമുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനടുത്താണ് അജിയും കുടുംബവും ഇപ്പോഴുള്ളത്. അജിയുടെ പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് HSSലാണ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഏത് ദിശയിൽ സഞ്ചരിച്ചാലാണ് അജിയുടെ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ എളുപ്പത്തിൽ എത്താൻ കഴിയുക? അപ്പോൾ കൂട്ടുകാർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ്. ആദ്യം വടക്ക് ദിശയിലേക്ക്, പിന്നീട് കിഴക്ക് ദിശയിലേക്ക്. ഓക്കെ, അപ്പോൾ അവിടെ ആദ്യം വടക്ക് ദിശയിലേക്ക് സഞ്ചരിക്കണം, പിന്നീട് കിഴക്ക് ദിശയിലേക്കും സഞ്ചരിക്കണം. അടുത്തത് ലേഔട്ട് പരിശോധിച്ച് ഭക്ഷണശാല എവിടെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഉണ്ട്. എവിടെയാണ്? വടക്ക് ദിശയിലായിട്ടാണ് നമുക്ക് ഭക്ഷണശാല ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി തൃശ്ശൂർ ഗവൺമെൻറ് HSSൽ നിന്ന് ഭക്ഷണശാലയിലേക്ക് പോകാൻ ഏത് ദിശയിൽ സഞ്ചരിക്കണം? പടിഞ്ഞാറ് ദിശയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് കലോത്സവ വേദിയുടെ ലേ ഔട്ടാണ്. ചില സ്ഥാപനങ്ങളുടെ മുന്നിൽ കെട്ടിടങ്ങളുടെ സ്ഥാനം കാണിക്കുന്ന ലേ ഔട്ടുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ? ദിശ മനസ്സിലാക്കുന്നതിന് മാത്രമാണോ ഇത്തരം ലേ ഔട്ടുകൾ തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണോ? അല്ല. പിന്നെ എന്തിനൊക്കെയാണ്? നമുക്ക് ഓരോ കെട്ടിടത്തിൻ്റെയും സ്ഥാനം അറിയാനും ഓരോ കെട്ടിടത്തിലും പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളെ കുറിച്ചറിയാനും ഓരോ നിലയിലും റൂമിലും എന്തൊക്കെയെന്നറിയാനും വിവിധ ഓഫീസുകളും സേവനങ്ങളും ലഭ്യമാക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ തീപിടുത്തം, അപകടം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാക്കാൻ ലേഔട്ടുകൾ ഉപകാരപ്രദമാണ്. എല്ലായിടത്തും ചോദിച്ചു നടക്കാതെ തന്നെ ലക്ഷ്യസ്ഥാനം എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. കൂടാതെ ടോയ്ലറ്റ്, പാർക്കിംഗ്, വിശ്രമ കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാനും ലേഔട്ടുകൾ സഹായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ലേഔട്ടുകൾ ഉപകാരമാണ്. ഇനി പുതിയ വീടോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ സ്കെച്ചും പ്ലാനും തയ്യാറാക്കുന്നതിനായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയണം അല്ലേ, എങ്ങനെയൊക്കെയാണ്, എവിടെ ബെഡ്റൂം വേണം, എവിടെ ടോയ്ലറ്റ് വേണം, എവിടെ കിച്ചൺ വേണം, എവിടെ സിറ്റ് ഔട്ട് വേണം എന്നൊക്കെ ഉള്ളതിനാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്കെച്ചും ഉണ്ടായിരിക്കും. നമ്മളൊന്ന് വരച്ചിട്ട് നോക്കും. അതാണ് സ്കെച്ചും പ്ലാനും എന്ന് പറയുന്നത്. കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായ അളവുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സ്കെച്ചുകൾ തയ്യാറാക്കുമ്പോൾ അളവുകൾ കൃത്യമാകണമെന്നില്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരക്കുക ക്ലാസ് മുറി എങ്ങനെയുള്ളതാണ്, അതിൽ ബോർഡ് എവിടെയാണ്, മേശ എവിടെയാണ്, നിങ്ങളുടെ ബെഞ്ചും ഡെസ്കും കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്ന്, അതിൽ എൻട്രൻസ് എവിടെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി ഒരു അളവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വരക്കുന്നതിനെയാണ് നമ്മൾ സ്കെച്ച് എന്ന് പറയാം. ഇനി ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണ്, ജനാലകൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ്, ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് ഏത് ദിശയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരും തയ്യാറാക്കിയ സ്കെച്ച് പരിശോധിക്കൂ. എല്ലാം ഒരേ രീതിയിലാണോ? ദിശ നിശ്ചയിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊന്ന് കണ്ടെത്തുക. ഇനി സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണ്? അതാണ് കിഴക്കായി നാം കണക്കാക്കുന്നത്. നമുക്കറിയാം സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതിനെ ആ ഭാഗത്തെ നമ്മൾ കിഴക്കാണെന്ന് പറയുന്നു അല്ലേ. ഇനി ഇവിടെ ചിത്രം 1 നോക്കൂ. അജി വീടിന് ഉദയ സൂര്യനെ അഭിമുഖമായി നിൽക്കുകയാണ്. ഇതിലെ ആദ്യത്തെ ചോദ്യം, ഏത് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത്? അജി ഏത് ദിശയിലേക്കാണ് നോക്കുന്നത്? കിഴക്ക് ദിശയിലേക്കാണ് അല്ലേ, കിഴക്കിലേക്കാണ്, ഈസ്റ്റിലേക്കാണ്. രണ്ടാമത്തത്, അജിയുടെ വലതു കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്? ഇടതു കൈയോ? വലതു കൈ ഏത് ദിശയിലേക്കാണ്? തെക്ക് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇടതു കൈ എവിടെയായിരിക്കും? തെക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഇനി അജിയുടെ നിഴൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു? ഏതാണ്? കിഴക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് പടിഞ്ഞാറാണ്. അപ്പോൾ പടിഞ്ഞാറ് ദിശയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചിത്രം ബി നോക്കൂ. ചിത്രം ബിയിൽ ഏത് ദിശയിലേക്ക് നോക്കിയാണ് അജി നിൽക്കുന്നത്? ഏത് ദിശയിലേക്കാണ് കൂട്ടുകാരെ? പടിഞ്ഞാറ് ദിശയിലേക്കാണ് അല്ലേ. അജിയുടെ വലതു കൈ ഏത് ദിശയിലേക്കാണ് നീട്ടിയിരിക്കുന്നത്?
തെക്ക് ദിശയിലേക്കാണ്. അപ്പോൾ ഇടത് കൈയോ? ഇടത് കൈ തെക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏത് ഭാഗത്തേക്കാണ്? വടക്ക്. ഇനി അജിയുടെ നിഴൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു? പടിഞ്ഞാറ് ദിശയെയാണ്. അജി നോക്കി നിൽക്കുന്നത് എതിരെയുള്ള ദിശ ഏതാണ്? കിഴക്ക് ദിശയാണ്. സൂര്യനെ അടിസ്ഥാനമാക്കി ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? വടക്ക് നോക്കിയ യന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. മൊബൈൽ ആപ്പുകളും ദിശ കണ്ടെത്താനായി നാം ഇന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി എന്താണ് വടക്ക് നോക്കിയ യന്ത്രം എന്ന് പറയുന്നത്? ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കിയ യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്കു ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. സൂചിയെ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയെ ദിശയറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മൾ വടക്കു നോക്കിയ യന്ത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസ് മുറിയുടെ സ്കെച്ച് ദിശ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദിശ അടിസ്ഥാനമാക്കി സ്കെച്ച് ഒരു പേപ്പറിലോ ബുക്കിലോ വരക്കാനാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ദിശയും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി ഭൂപടത്തിലെ ദിശകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്കു ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്കു ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്കു ദിശയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളിരിക്കുന്ന ക്ലാസ് മുറിയുടെ വടക്കു ദിശ എവിടെ എന്ന് കണ്ടെത്തൂ. ഇനി ക്ലാസ് മുറിയുടെ സ്കെച്ച് വരക്കുന്ന പേപ്പറിന് മുകളിൽ വലതുഭാഗത്ത് ചുവടെ കാണുന്ന രീതിയിൽ ദിശയുടെ ഏതെങ്കിലും ഒരു ചിഹ്നം വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധാരണയായിട്ട് ഭൂപടങ്ങളിൽ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും മുകളിലുള്ളത് നോർത്ത്, താഴെയുള്ളത് സൗത്ത്, അതുപോലെ തന്നെ വെസ്റ്റ്, ഈസ്റ്റ്, ഇങ്ങനെയാണ് ഈ ഒരു ദിശയും അതിൽ വരച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണെന്ന് കണ്ടെത്തിയാലോ, ജനാലുകൾ ഏതൊക്കെ ദിശയിലാണ്, മേശ ഏത് ദിശയിലാണെന്ന് നോക്കൂ. ഇനി നമുക്ക് ക്ലാസ് മുറിയുടെ സ്കെച്ച് വരക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഓരോന്നും ഓരോ ദിശ നോക്കിയിട്ട് നിങ്ങളിരിക്കുന്ന ക്ലാസ്സിൻ്റെ ഓരോ ദിശയും മനസ്സിലാക്കി വരക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി വാതിൽ, മേശ, ജനാല തുടങ്ങിയവയ്ക്ക് ചുവടെ നൽകിയിരിക്കുന്ന രീതിയിൽ ഒരു സൂചിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ വാതിൽ എന്ന്, ഡോറ്. ഇനി അതുപോലെ ടി എന്ന് കൊടുക്കുക മേശയ്ക്ക്, ഡബ്ല്യു എന്ന് ജനാലയ്ക്ക് കൊടുക്കുക, ബി എന്ന് ബ്ലാക്ക് ബോർഡിന് കൊടുക്കുക, WB എന്ന് വൈറ്റ് ബോർഡിന് കൊടുക്കുക, B എന്ന് ബെഞ്ചിനും കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അജി തയ്യാറാക്കിയ ക്ലാസ് മുറിയുടെ സ്കെച്ചാണ് നൽകിയിരിക്കുന്നത്, നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കൂ, ഏറ്റവും ടോപ്പിൽ കാണുന്നത് BB ബ്ലാക്ക് ബോർഡാണല്ലേ. അതിന് താഴെയായിട്ട് അതിന് ബാക്കിലായിട്ട് എന്താണ് ടേബിൾ ഉണ്ട്, പിന്നെ ബെഞ്ചുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ എൻട്രൻസ് കാണുന്നുണ്ട്, നോർത്ത് ഏതാണെന്ന് കാണുന്നുണ്ട്, ഡോറ്, വിൻഡോ അല്ലേ, 3 വിൻഡോ ഉണ്ട്, ഒരു ഡോറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അജിയുടെ ക്ലാസ് റൂം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇനി എല്ലാവരും വരച്ച സ്കെച്ചുകൾ പരിശോധിക്കൂ, എല്ലാം ഒരേ രീതിയിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരച്ചത് എല്ലാം ഒരേ രീതിയിൽ ആയിരിക്കും. ഇനി അജിയുടെ സ്കൂളിൻ്റെ സ്കെച്ചാണ് ചുവടെ നൽകിയിരിക്കുന്നത്. സ്കെച്ച് നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തേത്, ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഏത് ദിശയിലാണ് ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? കിഴക്ക് ദിശയിലാണ്. ഇനി ബാസ്കറ്റ് ബോൾ കോർട്ടിൻ്റെ ഏത് ദിശയിലാണ് സ്കൂളിൻ്റെ പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത്? തെക്ക് ദിശയിലാണ്. ഇനി ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറിയും വായനാമുറിയും സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? തെക്ക് ദിശയിൽ തന്നെയാണ്. ഇനി സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ ഏത് ദിശയിലാണ് പാചകപ്പുര സ്ഥിതി ചെയ്യുന്നത്? വടക്ക് ദിശയിലാണ്. ഇനി ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ പ്രവേശന കവാടം വഴി പുറത്തേക്ക് പോകാം? തെക്കോട്ട് സഞ്ചരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ഈ ഡയറക്ഷൻ കറക്റ്റായിട്ട് ഓരോ ദിശയും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രമേ നമുക്കിതിന് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ബെഞ്ച്, മേശ, ബ്ലാക്ക് ബോർഡ് എന്നിവയുടെ സ്ഥാനം സ്കെച്ചിൽ രേഖപ്പെടുത്തിയല്ലോ. ക്ലാസ് മുറിയിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയും? എന്നാ ഒന്നുകിൽ നമുക്ക് ഒന്നാമത്തെ ബെഞ്ചിൽ രണ്ടാമത്, അല്ലെങ്കിൽ ഒടുവിലത്തെ ബെഞ്ചിൽ ഒന്നാമത്, അല്ലെങ്കിൽ അവസാനത്തെ ബെഞ്ചിൽ മൂന്നാമത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സ്ഥാനം പറഞ്ഞു നോക്കൂ. ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? താഴെ തന്നിരിക്കുന്ന പന്തിൻ്റെ ചിത്രം നോക്കൂ. ഇവിടെ പന്ത് കണ്ടോ? ആ പന്തിൻ്റെ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരു നടുവിലായിട്ടല്ലേ. പന്ത് ഒരു വീടിൻ്റെ ചിത്രം ഒട്ടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? വീടിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒന്ന് നമുക്ക് മുകളിൽ, അല്ലെങ്കിൽ താഴെ, മധ്യഭാഗത്ത്, ഒരു വശത്ത് എന്നൊക്കെ നമുക്ക് പറയാം. ഇതിപ്പോൾ ഒരു വശത്തായിട്ടാണല്ലേ.
ഇനി ഗോളാകൃതിയിലുള്ള പ്രതലത്തിൽ ഒരു വസ്തുവിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുക പ്രയാസമാണ്. പന്തിൽ വീടിൻ്റെ ചിത്രം ഒട്ടിച്ചിരിക്കുന്ന സ്ഥാനം കൃത്യമായി എങ്ങനെ കണ്ടെത്താം? നമുക്കിതുപോലെ പറഞ്ഞാൽ കൃത്യമാവോ? ചിലപ്പം മുകളിലാണെന്ന് പറഞ്ഞാൽ ഈ ബോൾ തിരിയുമ്പോഴോ അത് ബോൾ കറക്റ്റായിട്ടോ ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പന്തിൽ ചിത്രത്തിലേതുപോലെ നെറുകയും കുറുകയും രേഖകൾ വരച്ചാലോ ഇതുപോലെ കുറുകയുള്ള രേഖകളും നെടുകയുള്ള രേഖകളും വരക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വീടിൻ്റെ സ്ഥാനം പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇനി ഓരോ വരയ്ക്കും അക്ഷരവും നമ്പറും കൂടി നൽകിയാൽ ഏതൊക്കെ വരകൾക്കിടയിലാണ് വീടിൻ്റെ സ്ഥാനം എന്ന് കൃത്യമായി പറയാൻ കഴിയും അല്ലേ. ഈ പന്തിൻ്റെ നൽകിയിട്ടുള്ള വീടിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്തി എഴുതൂ. എവിടെയാണ്? ഇവിടെ ഈ ഡിയുടെയും ഇയുടെയും മുകളിൽ അല്ലേ, ഇടയിലാണ്. അതുപോലെ തന്നെ 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ളതിലും ആണ് ഈ ഒരു പന്ത് അല്ല ഈ ഒരു വീട് ഉള്ളത്. ഇനി തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ. ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നടുവിലുള്ളതാണ് ഭൂമധ്യരേഖ. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. തന്നിരിക്കുന്ന ചിത്രത്തിൽ എ എന്ന് രേഖപ്പെടുത്തിയത് വടക്കേ അല്ലെങ്കിൽ ഉത്തര അർദ്ധഗോളവും ബി എന്ന് രേഖപ്പെടുത്തിയത് തെക്കേ അഥവാ ദക്ഷിണ അർദ്ധഗോളവുമാണ്. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായ മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും നിരീക്ഷിക്കൂ. ഇവയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂമധ്യരേഖ പഠിച്ചു, അക്ഷാംശ രേഖ എന്താണെന്ന് പഠിച്ചു, അർദ്ധഗോളവും അതുപോലെ തന്നെ വടക്കേ ഉത്തര അർദ്ധഗോളവും തെക്കേ ദക്ഷിണ അർദ്ധഗോളവും നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് അക്ഷാംശങ്ങൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകൾ കണ്ടില്ലേ. ഈ രേഖാംശ രേഖകളാണ് ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത്. ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഓരോ രേഖയും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ രാജ്യവും ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് ഇന്ന സംഭവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി ഗ്ലോബും ഭൂപടവും. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അത് ഭൂപടമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ഗ്ലോബ് തന്നിട്ടുണ്ട്, ലോക ഭൂപടം തന്നിട്ടുണ്ട്, കേരളത്തിൻ്റെ ഭൂപടവും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇവിടെ നോക്കൂ, ദിശയും തന്നിട്ടുണ്ട് അല്ലേ, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എല്ലാം നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്ലോബൊക്കെ പറയാറുള്ളത്. ഇനി തന്നിരിക്കുന്ന ഭൂപടത്തിൽ ABC എന്നിങ്ങനെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അവ യഥാക്രമം ഭൂപടത്തിൻ്റെ തലക്കെട്ട്, ദിശ, സൂചിക എന്നിവയാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ A എന്ന് പറയുന്നത് കേരളം, അതതിൻ്റെ തലക്കെട്ടാണ്. B എന്ന് പറയുന്നത് അതിൻ്റെ ദിശയാണ്. ഇനി C എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? അതിൻ്റെ സൂചിക പറഞ്ഞാൽ ഇതെന്താണ് ഇങ്ങനെ ഇട്ടുള്ളത്, ഈ ചെറിയ ചെറിയ ഡോട്ട് ഉള്ളത് സംസ്ഥാന അതിർത്തിയാണ്. ഈ വലിയ ഒരു ലൈൻ ഇട്ടിട്ടുള്ളത് ജില്ലാ അതിർത്തിയാണ്. സ്റ്റാർ കൊടുത്തിട്ടുള്ളത് തലസ്ഥാനമാണ്. അതുപോലെ കുത്തു കൊടുത്തിട്ടുള്ളത് ജില്ലാ ആസ്ഥാനമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു ഭൂപടത്തിലുണ്ടായിരിക്കേണ്ട ആവശ്യ ഘടകങ്ങളാണിവ. അഥവാ ഒരു ഭൂപടം വരക്കുകയാണെങ്കിൽ അതിൽ തലക്കെട്ടുണ്ടായിരിക്കണം, ദിശയുണ്ടായിരിക്കണം, സൂചികയുണ്ടായിരിക്കണം എന്നർത്ഥം. ഇവ ഉപയോഗപ്പെടുത്തിയാണ് ഭൂപടങ്ങൾ വായിക്കുന്നത്. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്താണ് പൊതുവെ തലക്കെട്ട് നൽകുന്നത്. ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട് എന്ന് പറയുന്നത്. നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ തലക്കെട്ട് എന്താണ്? കേരളം രാഷ്ട്രീയ ഭൂപടം എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിൽ വ്യത്യസ്ത ഭൂപടങ്ങൾക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ടുകൾ നിങ്ങളൊന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് മുറിയുടെയും സ്കൂളിൻ്റെയും രൂപരേഖ തയ്യാറാക്കിയപ്പോൾ ദിശ സൂചിപ്പിക്കുന്ന ചിഹ്നം നൽകിയില്ലേ? നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ ദിശ തിരിച്ചറിയാനുള്ള ചിഹ്നം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി തൃശ്ശൂരിന് വടക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും തൃശ്ശൂരിന് തെക്ക് കടലിനോട് ചേർന്നിരിക്കുന്ന ജില്ലകളും പട്ടികപ്പെടുത്തു. കേരളത്തിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ആക്ടിവിറ്റീസ് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ C എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സൂചികയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിൻ്റെ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നൽകിയിരിക്കുന്ന സൂചിക നിരീക്ഷിക്കൂ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സൂചികകളായിട്ട് നൽകാറുള്ളത്. സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി, നദി, ദേശീയ പാതകൾ, റെയിൽവേ പാതകൾ, അതുപോലെ തന്നെ തലസ്ഥാനം, ജില്ലാ ആസ്ഥാനം, തുറമുഖം, വിമാനത്താവളം, സംസ്ഥാന പാതകൾ. ഓക്കെ, ഇനി നൽകിയിട്ടുള്ള കേരളത്തിൻ്റെ ഭൂപടത്തിൽ പേജ് നമ്പർ 74 ജില്ലകൾ തിരിച്ചറിയുന്നതിനായി വ്യത്യസ്ത നിറങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇതുപോലെ ഭൂപടത്തിൽ ഭൂതല സവിശേഷതകൾ കാണിക്കുന്നതിനായി വ്യത്യസ്ത നിറങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി ഗ്ലോബിലും ഭൂപടങ്ങളിലും ജലാശയങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നീല നിറമാണ്.
കേരളത്തിൻ്റെ ഭൂപടം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന പട്ടികയിൽ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റോഡ് വരക്കുക, റെയിൽ പാതകൾ വരക്കുക, നദി, തുറമുഖം, ഇതൊക്കെ വരക്കുക. ഇവിടെ മുകളിലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എടുത്ത് വരച്ചാൽ മാത്രം മതി. ഇനി അടുത്തത് നമുക്ക് കാർട്ടോഗ്രഫിയാണ് നോക്കാനുള്ളത്. അപ്പോൾ കാർട്ടോഗ്രഫി മുതലുള്ളത് നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.